ഗൾഫിലെ അവസ്ഥ ഇപ്പൊ ഏകദേശം ഇതുപോലെ പൊട്ടുന്നതിനൊരു ഗ്യാപ്പ് വരുമ്പോ കൈനായിരിക്കുന്ന ആശ്വസിക്കും മുമ്പ് അവർ ഡബിൾ സ്ട്രോങ്ങിലിടും. വീണ്ടും ഗ്യാപ്പ് അത് പിന്നെയും വീണ്ടും. ഈ സാഹചര്യത്തിൽ രാജ്യം അവർ കാത്തോളൂ. മാക്സിമം പറ്റുന്ന പോലെ ഖത്തർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ മനസ്സ് അത് നമ്മൾ തന്നെ കാക്കണം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊന്ന് നമ്മളെ ഫ്രണ്ട്സിനെയോ കസിൻസിനെയോ വിളിച്ച് കുറച്ച് കിസ പറയാം. കൂട്ടത്തിൽ ബുദ്ധി കുറഞ്ഞതിനെ തന്നെ വിളിക്കാൻ ശ്രദ്ധിക്കണം. അതാകുമ്പോൾ ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യും പോലെ കാര്യത്തിന്റെ ഗൗരവം പറയാണ്ട് നമ്മളിവിടെ ഭയങ്കര സേഫ് ആണെന്ന് കാണിക്കാനുള്ള കാട്ടിക്കൂട്ടൽ പോലെ സിറ്റുവേഷൻ ഓർമ്മിപ്പിക്കാണ്ട് നമ്മളെ ചളിയടുപ്പിച്ച് ചിരിപ്പിച്ചോളൂ. നമ്പർ 2, ഈസി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കി കുട്ടികളെ തീറ്റിക്കാൻ നമ്മളും തിന്നുക. നമ്പർ 3, അത് അയൽവാസികൾക്ക് കൂടി കൊണ്ടുകൊടുത്ത് അവിടെയും കുറച്ച് സല്ലവിക്കുക. അങ്ങനെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് നമ്മുടെ തലശ്ശേരിക്കാരുടെ പുളിയാറില്. ഭയങ്കര ഈസി ഒന്നും ഒടുക്കത്തെ ടേസ്റ്റ്. അധികം വലിയ പണിയൊന്നുമില്ല. നമ്മളെ ഫിലിപ്പിനി പഴം എടുത്ത് അധികം ചളവളയാണ്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതായത് ജ്യൂസ് പോലെ ആവണ്ടാന്ന് എന്നാൽ അടിയും വേണം. ഉരുക്കിയെടുത്ത വെള്ളം അതായത് ശർക്കര അതിലേക്ക് ഒഴിക്കണം. അരിച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ കൂടെ ക്ഷണിക്കാണ്ട് വരുന്ന കല്ലിൽ നിന്നും രക്ഷപ്പെടാം. അതിലേക്ക് 2 സ്പൂൺ പുട്ടുപൊടിയിട്ട് മിക്സ് ആക്കി കൊടുക്കണം. സാധാ പുട്ടുപൊടി മതി. എന്റെ അടുത്ത് ഇതേനുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്. എന്നിട്ട് അതിലേക്ക് മൈദ കുറച്ചായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഏകദേശം ഈ ഒരു ടൈറ്റ് എത്തുന്നവരെ. എന്നിട്ട് മിനിമം 2 മണിക്കൂർ മൂടി വെച്ചാൽ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. പായസത്തിലിടുമ്പോൾ ഇച്ചിരി ഉപ്പ്. സംഭവം ഫോട്ടോയിൽ കണ്ട പോലെ നീളത്തിലാണ് ആക്കേണ്ടത്. അതിനുള്ള കവറോ സ്കില്ലോ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്പൂണിൽ കോരിയിട്ട് തീരെ നുള്ളിയിട്ട് എന്ന് പറയുന്ന പോലെ ഉണ്ട്. ഷേപ്പിൽ വ്യത്യാസം, ടേസ്റ്റ് സെയിം തന്നെ. ഒരു തവണ തിന്നാ പിന്നെ ഇതിന്റെ ഫാൻ ആവും. എന്റെ നാക്കിന് ജീവനുണ്ട്. ഇതുപോലത്തെ എല്ലാം ബാക്കി അടുത്തേൽ പറയാം.